ഇനി അല്പസമയം മാത്രമാണ് ദ ട്രംപ് ഇനോഗ്രേഷൻ അഥവാ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന പ്രഖ്യാപനം വരാനായി ആ സത്യപ്രതിജ്ഞയ്ക്കായി വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റൽ മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ ചടങ്ങ്. അതിനുശേഷം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്, ഓവൽ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ഒപ്പിടാൻ പോകുന്നത് ഏതൊക്കെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആയിരിക്കാം, ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ KVS ഹരിദാസ്, ഒരിക്കൽ കൂടി ഭാരതത്തിന് എത്ര കണ്ട് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു ട്രംപിൻ്റെ രണ്ടാം വരവ്? ഇവിടെ പ്രദീപ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ട്രംപിൻ്റെ ചില ടാർഗറ്റുകളുണ്ട്. അദ്ദേഹം അത് മറച്ചു വയ്ക്കുന്നില്ല. ഈ ഇടതുപക്ഷ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അച്യുതണ്ടിന് അദ്ദേഹം എതിരാണ്, റാഡിക്കൽസിന് അദ്ദേഹം എതിരാണ്, ഇസ്ലാമിക ജിഹാദി ശക്തികൾക്ക് അദ്ദേഹം ഈ ശക്തമായ നിലപാടെടുക്കുന്നു. നുഴഞ്ഞു കയറ്റത്തിന് എതിരാണ് അദ്ദേഹം, അനധികൃത കുടിയേറ്റത്തിന് അദ്ദേഹം എതിരാണ്, ക്രമസമാധാന പ്രശ്നങ്ങളിൽ കർക്കശമായ നിലപാടെടുക്കണം എന്ന് ആവർത്തിച്ചു പറയുന്നു. ഈ നയപരമായ ഈ നിലപാടുകളൊന്നും എടുത്തു നോക്കൂ. ഇന്ത്യ നേരിടുന്ന അതേ പ്രശ്നം തന്നെയല്ലേ ട്രംപിൻ്റെ മുമ്പിലുമുള്ളത്. ഇന്ത്യക്കും ഇതേ പ്രശ്നമുണ്ട്, റാഡിക്കൽസിൻ്റെ പ്രശ്നമുണ്ട്, ജിഹാദികളുടെ പ്രശ്നമുണ്ട്, നുഴഞ്ഞുകയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മൾ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ഉണ്ടാക്കുന്ന തലവേദനകൾ ഓരോ ദിവസവും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ശക്തമായിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യക്ക് സമാനമായ പ്രശ്നങ്ങൾ ഇന്ന് US അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു യോജിച്ച നിലപാടും യോജിച്ച മനസ്സോടെയുള്ള നീക്കവും നടത്താൻ ഇന്ത്യക്കും അമേരിക്കയ്ക്കും കഴിഞ്ഞാൽ തന്നെ വലിയ കാര്യമല്ലേ. ഞാനിന്നിപ്പോൾ ഒരു ട്വീറ്റ് കണ്ടു. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നു എന്നുള്ള ട്രംപിൻ്റെ നിലപാടിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഒരാൾ പുതിയ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ പറയുന്നു അത് അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തിന് തന്നെ വളരെ ഡാമേജിങ് ആകുമെന്ന്. അതിനോട് ട്രംപിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ പുറത്താക്കുന്ന ആൾക്കാരെ മുഴുവൻ വത്തിക്കാനിൽ കൊണ്ട് പുനരുദ്ധരിപ്പിക്കാൻ വേണമെങ്കിൽ മാർപ്പാപ്പ KVS ഹരിദാസ്, ഒരു കാര്യം കൂടി ഞാനൊന്ന് ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ഇത്തരം കുടിയേറ്റത്തിന്റെ ഫലം ഇന്ന് UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അഭിമുഖീകരിക്കുന്നു. സ്വന്തം രാജ്യത്ത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പോലും കഴിയാതെ കൂട്ട ബലാത്സംഗത്തിന് സ്വന്തം രാജ്യത്തെ വനിത ഇരയായപ്പോൾ അതിലൊരു ദേശീയതല അന്വേഷണം പോലും നടത്താനാവാത്ത നിസ്സഹായ അവസ്ഥയിൽ നോക്കി നിൽക്കുകയാണ് UK, ഇംഗ്ലണ്ട്, ദ ഗ്രേറ്റ് ബ്രിട്ടൻ, ലോകമടക്കി വാണിരുന്നവർ. അതും കൂടി ഓർക്കണം. ശ്രീ ഹരിദാസ്, തുടരാം. അതേ പ്രദീപ്, അതൊരു താങ്കൾ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലണ്ടനിലെ തെരുവീഥികളിൽ ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദി ശക്തികളുടെ കൂട്ടം പ്രകടനം നമ്മൾ കാണുന്നില്ലേ? ആർക്കെതിരായിട്ടാ? ബ്രിട്ടനെതിരായിട്ടാ, അല്ലെങ്കിൽ ലോക സമ്പദ്ഘടനയ്ക്കെതിരായിട്ടാ, ലോക സമാധാനത്തിനെതിരായിട്ടാ. ഇത്തരം ശക്തികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അതിന് ജാതിയുടെയും മതത്തിൻ്റെയും പരിവേഷം മാത്രമല്ല, ഈ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും അവൻ എടുക്കുന്ന നിലപാടുകളുണ്ടല്ലോ, ഭീകരവാദത്തിൻ്റെ നിലപാട്, അതിനെതിരായിട്ട് ശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു സമീപനം ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. അതിനൊപ്പം ട്രംപ് ഉണ്ടാകണം, ട്രംപിനൊപ്പം ഇന്ത്യ ഉണ്ടാകും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇന്ന് അടുത്ത 4 വർഷക്കാലം ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ശക്തികളായിട്ട് ഇന്ത്യയും അമേരിക്കയും മാറും, മോഡിയും ട്രംപും മാറും. അതാണ് ഏറ്റവും പ്രധാനം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവർക്ക് ഇത്തരം വിഷയങ്ങളിൽ യോജിച്ച് നീങ്ങാനുള്ള മനസ്സുണ്ട്. അത് ലോകത്തിന് നൽകുന്ന മെസ്സേജ് വളരെ ക്ലിയറാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ഇന്ത്യയും അമേരിക്കയും മാറുന്ന കാഴ്ച ട്രംപിൻ്റെ അടുത്ത 4 വർഷക്കാലം, മോഡിക്കുമുണ്ട് ഏതാണ്ട് 4 വർഷം, അത് നമ്മൾ കാണാൻ പോവുകയാണ്.
അത് തന്നെയാണ് ഈ ഈ ഈ ഈ മുഹൂർത്തത്തിൽ നമുക്ക് ലോകത്തിന് നൽകാനുള്ള മെസ്സേജ്. റൈറ്റ്.